Next question. The web server uses dash to store client information in a web browser. വെബ് ബ്രൗസറിൽ വെബ് സെർവർ ക്ലയന്റിന്റെ ഇൻഫോർമേഷൻസ് എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്? ഓക്കെ, അതിന് ഏതാണ് യൂസ് ചെയ്യുന്നത്? യെസ്, കുക്കി യൂസ് ചെയ്തിട്ടാണ് ക്ലയന്റിന്റെ ആ ഒരു ഡീറ്റെയിൽസ് ഇൻഫോർമേഷൻസ് വെബ് സെർവർ ബ്രൗസറിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, HTML സ്റ്റാൻഡ്സ് ഫോർ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. ഓക്കെ, വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ്, ചൂസ് ദ കറക്റ്റ് HTML എലമെന്റ് ഫോർ ദി ലാർജസ്റ്റ് ഹെഡിങ്. ലാർജസ്റ്റ് ഹെഡിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കരുത് 6 എന്നുള്ളതാണ് സ്റ്റാർട്ടിങ് ആണ്. അതായത് H1 എന്നുള്ളതാണ് നമുക്ക് എന്തെന്ന് പറയുന്നത് ലാർജസ്റ്റ് ഹെഡായിട്ട് വരുന്നത്. ഏറ്റവും വലിയ സൈസ് ഇതാണ്. ദെൻ H2 6 ആകുമ്പോഴേക്കും എന്താണ് സൈസ് ചെറുതായിട്ടാണ് വരുന്നത്. Okay, next question. Which tag is used to contain JavaScript code? JavaScriptന്റെ കോഡ് കണ്ടെയ്ൻ ചെയ്യുന്നത് ഏതാണ്? വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? സ്ക്രിപ്റ്റ്. ഓക്കെ, സ്ക്രിപ്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which is the correct declaration of a variable A in JavaScript? JavaScriptലെ A എന്നുള്ള ഒരു വാരിയബിളിനെ ഡിക്ലെയർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് VAR ആണ്. നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് VAR. പിന്നെ നമ്മൾ കൊടുക്കുന്ന വേരിയബിളിന്റെ പേര്. ഓക്കെ, സ്പേസ് വേരിയബിളിന്റെ പേര്. ഇതിന് ഡിക്ലറേഷൻ കംപ്ലീറ്റ് ആവണമെങ്കിൽ എവരി സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് സെമിക്കോളൻ. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് വരുന്നത്. അപ്പൊ വാർ VAR സ്പേസ് A സെമിക്കോളൻ, ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ഫോർ അൺസെറ്റ് വാരിയബിൾസ് ഇൻ PHP? PHPയിലെ അൺസെറ്റ് വാരിയബിൾസിന് നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു വേരിയബിൾ ഏതാ? യെസ്, അൺസെറ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, what is the correct syntax of XML declaration? XML declaration നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? XML സ്റ്റാർട്ട് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ മാർക്ക് വെച്ചിട്ടാണ്. ടാഗ് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ മാർക്ക് വെച്ചിട്ടാണ് XML സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇതിനകത്ത് ഒറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ മാർക്ക് XML വേർഷൻ ഈസ് ഈക്വൽ ടു 1.0. ഓക്കെ, അതില് ഈ ഒരു സംഭവം നമ്മൾ ഡബിൾ കോട്സിന്റെ ഉള്ളിലാണ് സ്ട്രിങ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. DTD in XML stands for. DTD എന്താണ് അതിന്റെ എക്സ്റ്റൻഷ്യൽ ഫോം? ഡോക്യുമെന്റ് ടൈപ്പ് ഡെഫിനിഷൻ ആണ് വരുന്നത്. ഓക്കെ, ഡോക്യുമെന്റ് ടൈപ്പ് ഡെഫിനിഷൻ ആണ് DTD ഫുൾ ഫോം XML. വേരിയബിൾ നെയിം ഇൻ PHP സ്റ്റാർട്ട്സ് വിത്ത്. വേരിയബിൾ നെയിം എന്താണ്? ഡോളർ സിമ്പിൾ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, നമ്മളിത് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, പക്ഷെ കുറച്ച് ട്രിക്കി ആയിട്ട് ചില ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, വിച്ച് ആർ ദ ഫോളോയിങ് ടാഗ് ഈസ് യൂസ് ടു ആഡ് റോസ് ഇൻ ദ ടേബിൾ? റോസ് ആഡ് ചെയ്യാനായിട്ട് എന്താ യൂസ് ചെയ്യേണ്ടത്? TR ടാഗ്. PH ടാഗ് നമ്മൾ ഹെഡിങ്ങിന് വേണ്ടിയിട്ട്, പിന്നെ ഡാറ്റയ്ക്ക് വേണ്ടിയിട്ട് TD ടാഗ്. TP ടാഗ് നമ്മൾ പഠിച്ചിട്ടില്ല. ഓക്കെ, അപ്പൊ റോസിന് വേണ്ടിയിട്ട് TR ടാഗ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് പാക്കേജ് ദ സ്കാനർ ക്ലാസ് ബിലോങ്സ് ടു? അപ്പൊ സ്കാനറിന്റെ ക്ലാസ് ഇതിൽ ഏത് പാക്കേജിലാണ് വരുന്നത് എന്നാണ്. java.util. നമ്മൾ java.util നമ്മൾ എല്ലാത്തിലും എഴുതുന്നത് അല്ലെ, സ്കാനർ എഴുതുമ്പോൾ. ഓക്കെ, അപ്പൊ അത് തന്നെയാണ് ഇവിടെ വരുന്നത്. ലാങ് എന്ന് പറയുന്നത് ലാംഗ്വേജിന് വേണ്ടിയിട്ടാണ്, ഇത് ഇൻപുട്ട് ഔട്ട്പുട്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തേഡ് വിൽ പുട്ട് ദ കറക്റ്റ് ത്രെഡ് ഓൺ വെയിറ്റ് അണ്ടിൽ ദ ത്രെഡ് ഓൺ വിച്ച് ഇറ്റ് ഈസ് കോൾഡ് കംപ്ലീറ്റ്? അപ്പൊ ത്രെഡ് കംപ്ലീറ്റ് ആവുന്ന ആ ഒരു ഇതുവരേക്കും നമ്മൾ ഏത് മെത്തേഡാണ് യൂസ് ചെയ്യാന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജോയിൻ മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Destructor has the same name as the constructor and it is preceded by dash in C++. അപ്പൊ ഇതിലെ പ്രിസിഡൻസിന് വഴിയാണ് C++ൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? ഈ ഒരു ടിൽ ഓപ്പറേറ്റർ ആണ് നമ്മൾ പ്രിസിഡൻസിന് വേണ്ടിയിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത് കൺസ്ട്രക്ടേഴ്സിന്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഫാൾസ് അബൌട്ട് ഫൈനൽ കീബോർഡ്? ഫൈനൽ കീബോർഡിൽ ഇതിൽ ഏതാണ് ഫാൾസ് എന്നാണ് നോക്കാം. എ ഫൈനൽ മെത്തേഡ് cannot be overridden in its subclasses. A final class cannot be extended. A final class cannot extend other classes. A final method can be inherited. ഓക്കെ, ഫൈനൽ കീവേഡിനെയാണ് നമ്മൾ പറയേണ്ടത്. അപ്പൊ ഫൈനൽ കീവേഡ് അല്ലെങ്കിൽ ഫൈനൽ മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? cannot be overridden in its subclasses അല്ലേ?
അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതിൽ ട്രൂ ആണ്. ഇതിൽ നമ്മൾ ചോദിച്ചിരിക്കുന്നത് വിച്ച് ഓപ്ഷൻ ഈസ് ഫോൾസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് ട്രൂ ആണെന്ന് അറിയാം. ഓക്കെ, ഇനി ഫൈനൽ കീവേഡിനെ നോക്കുമ്പോൾ ഫൈനൽ ക്ലാസ് cannot ബി എക്സ്റ്റെൻഡ് അല്ലേ? നമുക്ക് ഫൈനൽ എന്ന് പറയുന്നത് ഫൈനൽ തന്നെയാണ്, അത് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല ആ ക്ലാസ്. ഇനി നെക്സ്റ്റ്, എ ഫൈനൽ ക്ലാസ് cannot എക്സ്റ്റെൻഡ് അതർ ക്ലാസ്സസ്, അതർ ക്ലാസ്സസിനെ എക്സ്റ്റെൻഡ് ചെയ്യില്ല. അത് നമുക്ക് എന്താണ്? തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നെക്സ്റ്റ്, എ ഫൈനൽ മെത്തഡ് ക്യാൻ ബി ഇൻഹെറിറ്റഡ്. ഓക്കെ, അപ്പോൾ ഇതിന് കറക്റ്റ് ആൻസർ ഈ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ നമ്പർ സി ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ റിഗാർഡിംഗ് ജാവ? ജാവയുടെ ബേസിസിൽ ഇതിൽ ഏതാണ് ട്രൂ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. എ സ്റ്റാറ്റിക് വേരിയബിൾസ് ആർ കോൾഡ് ഇൻസ്റ്റന്റ് വേരിയബിൾസ് അല്ലേ? അത് കറക്റ്റ് ആണ്. ദെൻ കറക്റ്റ് ആണോ? സ്റ്റാറ്റിക് വേരിയബിൾസ് ആർ കോൾഡ് ഇൻസ്റ്റന്റ് വേരിയബിൾസ് അല്ല കേട്ടോ. A class can only inherit one class but can implement multiple interference. അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ? ഒരു ക്ലാസ്സിന് തന്നെയാണ് ഇൻഹെറിറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, പക്ഷെ ഇംപ്ലിമെന്റ് ചെയ്യാൻ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ഇന്റർഫേസസ് വെച്ചിട്ട് അതിനെ ഇൻഹെറിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ? അപ്പൊ ഇതിലെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓൺലി ബി, അതായത് ബി ആണ്. ഓൺലി 2 ഈസ് ദ ട്രൂ എന്ന് പറയുന്നതാണ് ഇതിൽ കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, which of these is a superclass of all errors and exceptions in Java language? Java languageലെ എക്സെപ്ഷൻസിനെ എറേഴ്സിനെ ഒക്കെ എടുക്കുന്ന ആ ഒരു സൂപ്പർ ക്ലാസ് ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ത്രോവബിൾ ക്ലാസ് ആണ് യൂസ് ചെയ്യുന്നത്, സൂപ്പർ ക്ലാസ്. ഓക്കെ, വി ക്യാൻ മേക്ക് എ ക്ലാസ് അബ്സ്ട്രാക്ട് ഇൻ C++ ബൈ. എങ്ങനെയാണ് ഒരു ക്ലാസ് അബ്സ്ട്രാക്ട് C++ൽ നമ്മൾ യൂസ് ചെയ്യുന്നത്, മേക്ക് ചെയ്യുന്നത്? Making at least one member function as pure virtual function. Okay, ഇതാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. An interface must be, ഇന്റർഫേസ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? എപ്പോഴും ഇന്റർഫേസ് എന്ന് പറയുന്നത് പബ്ലിക് ആയിട്ടുള്ള ആട്രിബ്യൂട്ട് ആയിട്ടാണ് ഇരിക്കുക. ഓക്കെ, when an applet begins, the first method is called. appletൽ നമുക്ക് കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. അതിലെ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? init. ഓക്കെ, ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് init ആണ്. When an expression consists of int, double, long, float, then the entire expression will be promoted into data types. That is, ഇതില് ഒരു എക്സ്പ്രഷൻ നമ്മൾ ഇന്റ്, ഡബിൾ, ഫ്ലോട്ട്, ലോങ് അങ്ങനെ നമ്മൾ വേരിയബിൾസ് അതിന്റെ ഡാറ്റ ടൈപ്സ് എടുക്കുകയാണെങ്കിൽ അതിൽ ഏത് ഡാറ്റ ടൈപ്പിനായിരിക്കും പ്രൊമോട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം? യെസ്, ഡബിളിനെയാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യാം. ഓക്കെ, വിച്ച് ആർ ദ ഫോളോയിങ് സ്ട്രീം ക്ലാസ് ഇൻ ജാവ? ഇതിൽ ഏത് ക്ലാസ്സാ നമ്മുടെ ജാവയിൽ വരുന്നത്? നോക്കിക്കേ, അത് തന്നെ ബൈറ്റ് സ്ട്രീം ആണ് നമുക്ക് വരുന്നത് അല്ലെ? ബൈറ്റ് സ്ട്രീം ആണ് ജാവയിൽ യൂസ് ചെയ്യുന്ന സ്ട്രീം ക്ലാസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തേഡ് ഈസ് യൂസ്ഡ് ടു ഗെറ്റ് ദ പ്രയോറിറ്റി ഓഫ് ദ ത്രെഡ്? പ്രയോറിറ്റി ഓഫ് ദ ത്രെഡിനെ കിട്ടാനായിട്ട് നമ്മൾ ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്? യെസ്, ഗെറ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അതിൽ പ്രയോറിറ്റിയുടെ പി ക്യാപ്സിലായിട്ട് കൊടുക്കണം. ഓക്കെ, വിച്ച് ആർ ദ ഫോളോയിങ് ഈസ് നോട്ട് എ സെറ്റ് ഓപ്പറേഷൻ ഇൻ SQL? SQL സെറ്റ് ഓപ്പറേഷൻ അല്ലാത്തത് ഏതാണ്? യൂണിയനും മൈനസും യൂണിയനോളൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്. പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്പറേഷൻ നമ്മൾ പഠിച്ചിട്ടില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ ആട്രിബ്യൂട്ട് ദാറ്റ് ക്യാൻ യൂണിക്കലി ഐഡന്റിഫൈ എ റോ ഇൻ എ ടേബിൾ? ഒരു ടേബിളിന് നമ്മൾ ഒരു റോനെ യൂണിക്കലി ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? യെസ്, കാൻഡിഡേറ്റ് കീ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടേബിളിലെ റോനെ യൂണിക്കലി ഐഡന്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, which are the following concurrency control protocols ensures both conflict serializability, serializability and freedom from deadlock? ഏതാണ് ഇതിന് ആൻസർ വരുന്നത്? ടൈം സ്റ്റാമ്പ് ഓർഡറിംഗ് ആണ്. ഓക്കെ, നെക്സ്റ്റ്, dash is a stored procedure in database which is automatically invoked whenever a special event in the database occurs. ഏത് പ്രൊസീജിയർ ആ ഡാറ്റാബേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്? യെസ്, ട്രിഗർ മെത്തേഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വിച്ച് ഓപ്പറേഷൻ എക്സ്ട്രാക്ട് സ്പെസിഫൈഡ് കോളംസ് ഫ്രം എ ടേബിൾ? ഏത് ഓപ്പറേഷനാ യൂസ് ചെയ്യുന്നത്?
പ്രൊജക്ട് ഓപ്പറേഷൻ വെച്ചിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിന് സിമ്പിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. Okay, consider a schema R WXYZ with a function dependency W belongs to X, Y belongs to Z. Okay, അപ്പോൾ W X ന് belongs to ആണ്, അതുപോലെ തന്നെ W എന്തിന് belongs to ആണ്, Z ന് belongs to ആണ്. Then decomposition of R into R1. R1 എന്ന് പറയുന്നത് WX ആയിട്ടും R2 എന്ന് പറയുന്നത് YZ ആയിട്ടും നമ്മൾ ഡിക്കമ്പോസ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ആ ഒരു ഡിപ്പെൻഡൻസി എങ്ങനെയാ വരുന്നത് നോക്കിക്കേ. ഡിപ്പെൻഡൻസി പ്രിസർവിങ് ബട്ട് നോട്ട് ലോസ്ലെസ് ജോയിനിങ്. ഓക്കെ, ഇതാണ് അതിന്റെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുന്നത്. വിച്ച് ദ ഫോളോയിങ് ഈസ് ഫോൾസ് ഇൻ ER ആൻഡ് റിലേഷണൽ മോഡൽ. തന്നിരിക്കുന്നതിൽ ER-ലും റിലേഷണൽ മോഡലിലും എൻറ്റിറ്റി റിലേഷനിലും റിലേഷൻ മോഡലിലും ഫോൾസ് ആയിട്ട് വരുന്നത് ഏതാണ് നോക്കാം. An attribute of an entity can have more than one value. അല്ലെ, ആട്രിബ്യൂട്ടിന് ഒന്നിൽ കൂടുതൽ വാല്യൂസ് വരാം. An attribute of an entity can be composite. Okay. In a row of relation table, an attribute can have exactly one value or null value. അല്ലെ, ഒന്നല്ലെങ്കിൽ ഒരു വാല്യൂ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അത് null ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യണം. കറക്റ്റ് ആണ്. In a row of relational table which is in one NF, an attribute can more than one value. ഇതെന്ന് പറയുന്നത് എന്താണ്, ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് കൺസിഡർ ദ ഫോളോയിങ് ഷെഡ്യൂൾസ് ഇൻവോൾവിംഗ് ടു ട്രാൻസാക്ഷൻസ്. രണ്ട് ട്രാൻസാക്ഷൻസ് തന്നിട്ടുണ്ട്, S1 ആൻഡ് S2. അതിൽ S1 എന്ന് പറയുന്നത് R1 ഓഫ് എക്സ്, R2 ഓഫ് എക്സ്, R1 ഓഫ് Y, R2 ഓഫ് Y, ദെൻ W2 ഓഫ് Y, W1 ഓഫ് എക്സ്. ഇങ്ങനെയാണ് ഫസ്റ്റത്തെ ട്രാൻസാക്ഷൻ വന്നിരിക്കുന്നത്. സെക്കൻഡ് ട്രാൻസാക്ഷൻ ഫസ്റ്റത്തേന് ഇവിടെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് വരും R2 ഓഫ് Y, W2 ഓഫ് Y. ഓർഡർ കുറച്ച് വ്യത്യാസമുണ്ട്. ഓക്കെ, ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ട്രൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് എന്താണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെ, ഓൺലി S2 ഈസ് കോൺഫ്ലിക്റ്റ് സീരിയലബിൾ. ഇതാണ് ഇവിടെ നമുക്ക് എന്താണ് കറക്റ്റ് ആയിട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.